പാകിസ്ഥാനും ബംഗ്ലാദേശും കൈകോർക്കുന്നു. ഓരോ നീക്കവും ഉറ്റുനോക്കി ഭാരതം. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള സാമുദ്രിക ബന്ധം പുനരാരംഭിച്ചതിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ചരക്കുകൾ സ്വതന്ത്രമായി അയക്കാവുന്ന സ്ഥിതിവിശേഷമാണ്. നേരത്തെ ഇതിന് പരിശോധനയുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ ഈ ചരക്കുകൾ പരിശോധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിശോധനകളില്ലാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ കപ്പൽ മാർഗം നേരെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഈ പാഴ്സലുകളിൽ ആയുധങ്ങളാണോ എന്ന ആശങ്ക ഇന്ത്യ പങ്കുവയ്ക്കുന്നു. ബംഗ്ലാദേശിലെ ഒരു പ്രതിരോധ വ്യോമ കേന്ദ്രം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ഈയിടെ തുറന്നിട്ടുണ്ട്. എല്ലാം ഇന്ത്യക്കെതിരായ ആസൂത്രിത നീക്കമാണോ എന്ന ആശങ്ക ഭാരതത്തിനുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള 8 സൈനിക സംഘത്തെ ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞ ദിവസം ഇടക്കാല ഭരണ മേധാവി മുഹമ്മദ് യൂനുസ് ക്ഷണിച്ചിരുന്നു. പാകിസ്ഥാൻ സായുധ സേനയുടെ സംയുക്ത മേധാവിയായ ജനറൽ ഷഹീർ ഷംസദ് മിർസയുടെ നേതൃത്വത്തിലാണ് 8 സംഘം എത്തുന്നത്. 1971 ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പോരാടിയ ഇന്ത്യക്കെതിരെയാണ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരസ്യമായി പാകിസ്ഥാനുമായി അടുക്കുന്നത്. ബംഗ്ലാദേശിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടിനെതിരായാണ് യൂനുസിന്റെ പ്രവർത്തനം. 2 ദശകമായി മരവിച്ചു കിടന്നിരുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് സംയുക്ത സാമ്പത്തിക കമ്മീഷനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന ഒരു ഉത്തരവും മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാൻ പ്രതിനിധിയായ ഇമ്രാൻ ഹൈദറും ബംഗ്ലാദേശിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹൊസൈദും ഒക്ടോബർ 27 തിങ്കളാഴ്ച മുതൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ധാക്ക സന്ദർശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കിടയിലും വിസയില്ലാതെ യാത്ര ചെയ്യാൻ അനുമതിയും നൽകിയിരുന്നു. 2 രാജ്യങ്ങളും നയതന്ത്രപരമായി അടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. യാതൊരു പരിശോധനയുമില്ലാതെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടന്നു വരുന്നവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ഈ ആശങ്കയുടെ അടിസ്ഥാന കാരണം. അടുത്ത 5 വർഷത്തേക്ക് പാകിസ്ഥാനിൽ പഠിക്കാൻ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾക്ക് 500 സ്കോളർഷിപ്പുകൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 25% മെഡിക്കൽ പഠനങ്ങൾക്കാണ്. അതുപോലെ ബംഗ്ലാദേശിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും പാകിസ്ഥാനെ ചങ്കിടിപ്പിക്കുന്ന ചില നീക്കങ്ങളുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. ഇന്ത്യ പാക് അതിർത്തി മേഖലയായ സർക്രീക്കിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ വ്യോമാതിർത്തിയിൽ നിയന്ത്രണം പാകിസ്ഥാനും പ്രഖ്യാപിച്ചു. ഒക്ടോബർ 28, 29 ദിവസങ്ങളിലാണ് മധ്യ തെക്കൻ വ്യോമപാതകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതിന്റെ കാരണം പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം സൈനിക അഭ്യാസത്തിനോ ആയുധ പരീക്ഷണത്തിനോ ഉള്ള സാധ്യതയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് ഇന്ത്യ പാക് അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വൈമാനികർക്ക് ഇന്ത്യ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകൾ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായാണ് സർക്രീക്കിൽ സൈനിക അഭ്യാസത്തിന് ഒരുങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയിലെ ഓരോ സൈനിക നടപടിയും പാകിസ്ഥാൻ വളരെ ഉത്കണ്ഠയോടെ കാണുന്നതിന്റെ ഭാഗമായാണ് വ്യോമപാതയിൽ അവർ നിയന്ത്രണം വരുത്തി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. സർക്രീക്ക് കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസം നടത്തുന്ന പാകിസ്ഥാന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗുജറാത്തിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ 96 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ചതുപ്പ് മേഖലയാണ് സർക്രീക്ക്. സർക്രീക്കിന് മധ്യത്തിലൂടെയാണ് അതിർത്തി എന്നാണ് ഇന്ത്യ പറയുന്നത്. എന്നാൽ സർക്രീക്കിന് കിഴക്ക് ഭാഗത്തായി ഇന്ത്യൻ പ്രദേശത്താണ് അതിർത്തി എന്നാണ് പാകിസ്ഥാന്റെ വാദം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.